నమ్ చేసేలో పనిలో రైట్ ని రైట్ అని అంటారు, రాంగ్ ని రాంగ్ అని అంటారు. అదే ఎథిక్స్. మేడం సర్ప్రైజ్. ఫర్ ఎగ్జాంపుల్ ఎక్సైట్మెంట్. ఒక రోడ్డు మీద ఒక బిచ్చగాడు బిచ్చం అడుగుతుంటే ఒకరు పాపమని బిచ్చం వేస్తారు, ఇంకా ఒకరు బాగానే ఉంటారు కదా, పని చేసుకోవచ్చు కదా అని ఉంటారు. మేడం డిస్కస్డ్. అండ్ కట్. എക്സ്ക്യൂസ് മീ, അനുഭവൽ ഞാനിപ്പോൾ നിങ്ങൾ സീൻ കണ്ടിരുന്നു, നല്ലൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. മാഡത്തിൻ്റെ 1-2 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ഇല്ലാണ്ട് എക്സ്പ്രഷൻ ഇങ്ങനെ വാരി വലിച്ചിടാം, ഒരു ഫീൽ, ഒരു വെയിറ്റ് ഇല്ല. ഈ ക്ലാസിക്കൽ ഡാൻസിന് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് വെറുതെ അല്ല. അത്ഭുതം എന്ന് പറഞ്ഞപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അത്ഭുതം. പിന്നെ ആ വിഡ്ഢിയായിട്ടുള്ള ഡയറക്ടർ പുച്ഛം എന്ന് പറഞ്ഞപ്പോൾ വൃത്തിയായിട്ട ഒരു പുച്ഛം. ഇതൊക്കെ എങ്ങനെ ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഒന്ന് സഹായിக்கலாம் വിചാരിച്ച് പറഞ്ഞതാ. Who the hell are you? കോംപ്ലക്സ് ക്വസ്റ്റ്യനാണ്, സിമ്പിളായിട്ട് പറഞ്ഞ ബാല. പാലോ തൈരോ ഇപ്പൊ തൻ്റെ അടുത്ത് ആരോ അഭിപ്രായം ചോദിച്ചില്ലല്ലോ. ഇല്ല അങ്ങനെ ഒന്നുമില്ല, അത് കണ്ടു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാ. തനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് അങ്ങോട്ട് കയറി കുറ്റം പറയാം. അടിപൊളി. ഇത് തന്നെയാണ് എൻ്റെ ഉമ്മയും പറയാറുള്ളത്. ഒരു കാര്യമില്ലാണ്ട് മറ്റുള്ള കാര്യത്തിൽ കയറി അഭിപ്രായം പറയാറ്. പിന്നെ അത് ഞാൻ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാണ് കേട്ടോ, ബിക്കോസ് ഞാനൊരു ആക്ടിങ് കോച്ചാണ്. താനാണോ ഡേവിഡിന്റെ ആക്ടിങ് കോച്ച്? എങ്ങനെ മനസ്സിലായി ഞങ്ങൾ പരമരഹസ്യമായി വെച്ചിരിക്കുന്ന സത്യം? ഞാൻ ചിലരെയൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാറുണ്ട്. കുറ്റമാണ് കഴിഞ്ഞോ? ഇറ്റ്സ് ഓക്കേ, ബൈ. സാരമില്ല, പറഞ്ഞേക്ക്. എന്താ എൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാനുള്ള ആക്ടിങ് കോച്ച്? അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ശരിയാക്കാം. മരത്തിനെ കണ്ടാൽ തന്നെ അറിയാം, മരത്തിൻ്റെ ജീവിതത്തിലോ ശരീരത്തോ ഇന്നവരെ അഴുക്കോ ചെളിയൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എങ്കിൽ അഴുക്ക് പറ്റാത്തൊരു അഭിനയം. ഫോർ എക്സാമ്പിൾ, അയ്യേ ആ പിള്ളേർ വയറ് നമ്മളുള്ള റിയാക്ഷൻ, അതിന് പകരം ഈ റിയാക്ഷൻ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായ ബാല ആക്ടിങ് കോച്ച്. അയ്യോ ഇതെന്തു പറ്റി? ഒന്നുമില്ല, ചെറിയൊരു പരിക്ക്. ഹോസ്പിറ്റലിൽ പോണ്ടേ? ഹോസ്പിറ്റലൊന്നും പോകണ്ട, പെയിൻ കില്ലർ അടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലൊക്കെ പോയ ഷൂട്ട് തുടങ്ങും. ആണോ? അല്ല എൻ്റെ പെർഫോമൻസ് കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ഞാൻ കണ്ടിട്ടാ പോയത്. എന്നിട്ട് എവിടെ പോയി? അപ്പുറത്ത് തെലുങ്കോടത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ പഴയ നടിയില്ലേ ആൻബാവ, അവരുണ്ട് അവിടെ. നല്ല രസമുണ്ട് കേട്ടാ. അവളുണ്ടോ അവിടെ? ആ ഉണ്ട് ഉണ്ട്, അവിടെ ഉണ്ട്. മരച്ചു സാരിയൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് അവിടെ. ഓ നല്ല വർക്കുണ്ടല്ലോ, നോക്കണ്ട് ഇതൊക്കെ. ശരി, ആൾക്കാരോട് ഇങ്ങോട്ട് വരാൻ പറയാം. അവിടെ കൂട്ടം കൂടി നിൽക്കണ്ടെന്ന് പറയാം. ഇന്ദ്രൻസ് ചേട്ടൻ ഫാമിലി അവിടെ നിന്ന് വളർത്തണമെന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേവിക ആ ടൈം ഒറ്റക്ക് പോകുന്നു. അവിടെ അതിലൊരു സഞ്ചി ഉണ്ട്, ആ സഞ്ചിയിലേക്ക് തീവ്രവാദി കൊണ്ടിട്ട് പോകുമ്പോൾ പ്ലാൻ ചെയ്യും. സഞ്ചിയിലോട്ട് വെക്കുന്ന സമയത്ത് ടൈറ്റ് റേഞ്ചിലോട്ട് പോയിട്ട് അവിടെ കട്ട് ചെയ്താൽ ഓക്കെ, പ്ലാസ്റ്റിക്കിൽ മാസ്റ്റർ നോക്കിക്കോളൂ. മാസ്റ്റർ നോക്കിക്കോളും. ഡേവിഡ് സാറ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് പഠിച്ചോണ്ടിരിക്കുക. നന്നായതല്ല, നന്നാക്കിയതാ. പൊളിച്ച്. അതൊക്കെയാണ് അത്. പക്ഷേ സങ്കടം കുറച്ചും കൂടി ഉള്ളിൽ നിന്ന് വരണം. വെച്ചാൽ അത് ഉള്ളിൽ നിന്ന് വരണം, നമ്മൾ ഇവോക്ക് ചെയ്യണം. ഇയാൾ കുറേ നേരം തിയറി പറയുന്നു, ഒന്ന് ചെയ്ത് കാണിച്ചേ, ഞാൻ അതുപോലെ ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ആവായിക്കണ്ടേ, അതിന് കുറച്ച് സമയം എടുക്കും. എത്ര മിനിറ്റ് എടുക്കും? മിനിറ്റ് അങ്ങനെ പക്ഷേ കാണിച്ചു കൊടുക്ക്. കാണിക്കുന്നത് നിങ്ങൾ കാണിക്കണത് അത് ഒരു പ്രാവശ്യം കാണിക്കാം, പിന്നെ ചെയ്യാൻ പറയരുത്, ഒറ്റ പ്രാവശ്യം കാണിക്കാം. മതി. ഓക്കെ, ഇല്ലാത്ത പരിപാടിയാണ്, പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ്. കുറച്ച് എക്സ്ട്രീം ആയിരിക്കും, ലൈറ്റ് അല്ല, കുറച്ച് എക്സ്ട്രീം ആയിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ കുട്ടിയുടെ ഇയാൾ കാണിക്കാൻ പറ്റുമോ? കാണിക്കണം. കുറേ നേരമായി.
ഞാൻ പറഞ്ഞ ലക്ഷ്യമായി പിന്നെ ലൈറ്റ് എല്ലാം നീ തെച്ചിരിക്കുന്നു, ഞാൻ തെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കണ ഞാൻ ഈ മോശം കാണിക്കാൻ തന്നെ മരിക്കണം. നിന്റെ ഭാഗ്യമാണ്, നിന്റെ ഈ സായിബാവുള്ള ഫേസ് ഇല്ലേ, അത് തന്നെ ഒരു ട്രാജഡി. ഈഗോല്ലേ അവരുടെ മാഷ. ചേട്ടൻ എന്താ വെച്ചിരിക്കണ കുറെ നേരമായിട്ട്? കണ്ണോടക്ക് നോക്കി ഞാൻ പഠിച്ചു. കണ്ണോടക്ക് ഗംഭീരായി ഗംഭീരായി ഗംഭീരായി. ഹലോ ഹലോ എന്തുണ്ട്? മാസ്റ്റർ പൊളിക്കാണല്ലോ. ഫൈറ്റ് ഇന്ന് ബ്ലാസ്റ്റ് ചെയ്യാൻ തങ്കച്ചി പാസം പടാണോ? പിന്നെ ഓടും ഓടും കൂടും. നല്ല റിവെഞ്ച് ഒക്കെ ഉണ്ട്. പിന്നെ പെർഫോമൻസ് സീനാണ്. ഓ ഇപ്പൊ കോച്ച് പോണില്ലേ? ഫൈറ്റ് സീക്വൻസ് ഇപ്പൊ ബ്ലാസ്റ്റ് സീനാണ്. പെങ്ങളിപ്പോ മരിച്ചു ആവും. ഫുൾ തീർത്തോട്ടോ, ഫുൾ വായിച്ചു. ഇത്ര പെട്ടെന്നാ? അപ്പൊ ശരി, ഓക്കെ. ഹലോ, എന്താ കൊടുക്കണേ? എങ്ങനെ നടത്തും പറ, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല. എവിടെയായിരുന്നു? അനുഭവം നടന്നത്. എന്നെ പഠിപ്പിക്കാൻ വന്നാണോ അവളെ പഠിപ്പിക്കാൻ വന്നോ? അതങ്ങനെ പുസ്തകമൊക്കെ കൊടുക്കലും വാങ്ങലൊക്കെ? അയ്യേ, അതിന്റെ പാഠപുസ്തകമൊന്നുമല്ല. മഞ്ഞ് ആധുനികമാണല്ലേ? ഏയ് അത്ര വലിയ ആധുനികമൊന്നുമല്ല. 1960 പ്രസിദ്ധീകരിച്ചു. MD ഒന്നും വായിക്കാറില്ലല്ലേ? നമുക്കൊന്നും പുസ്തകമൊന്നും തരാൻ ആരുമില്ലേ? തന്നിരിക്കുന്നു, വെച്ചോ. ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞല്ലോ, ഡേവിഡ് ഷുഡ് ഡിസപ്പിയർ എന്ന് പറ്റോ? അയ്യോ, ഡേവിഡ് അല്ല, സൂപ്പർ സ്റ്റാർ. ഇന്നലെ കാര്യങ്ങൾ വർക്കൗട്ട് ആവുള്ളൂ ആസ് എൻ ആക്ടർ. ഈ സൂപ്പർ സ്റ്റാർ പട്ടമുണ്ടല്ലോ, അതൊരിക്കൽ കിട്ടിയപ്പോൾ എന്നെ മാറ്റാൻ പറ്റില്ല. ഇറ്റ് സ്റ്റിക്സ് ഓൺ യു ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. മനസ്സിലായില്ലേ? ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തെ? ടൈം കിട്ടിയില്ല. സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്താ പേര്? നോക്കാം. ആളത്ര പരിചയം തോന്നുന്നു. തരക്കേടില്ല. ഡബിൾ റോളാ? ഓ, ട്വിൻസ് ആണല്ലേ? ചോദിച്ചോളൂ. ചേട്ടന്റെ വണ്ടികളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? എനിക്ക് കുറച്ച് ലക്ഷറി കാസ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൊതി നമ്മുടെ ഓട്ടോറിക്ഷയിൽ ട്രാവൽ ചെയ്യാനാണ്. ഇതൊക്കെ തള്ളാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ലേ? ഡേവിഡ് സാറിന് ഇനി അധിക സമയമില്ല, അതുകൊണ്ട് ഇനി 5 ചോദ്യങ്ങൾ മാത്രം. ചൂസ് വൈസ്ലി. ഒരു മിനിറ്റ്. മിസ്റ്റർ ബാല എൻ്റെ ഒരു കൊളീഗാണ്, ഫ്രണ്ടുമാണ്. പുള്ളി ഒന്ന് മുന്നോട്ട് കയറ്റിവിടാമോ? കണ്ടോ, ഞാൻ പറഞ്ഞില്ല.
ഈ കയ്യടിയാണോ അത് വെറും പൊള്ളയാണ്. പടക്കം പൊട്ടണല്ലേ പൊട്ടും. കാണണോ? ആ കാണണം. താൻ ഇതുവരെ അഭിനയിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അതേതാന്ന് ചോദിച്ചു നോക്കി. ഓക്കെ കണ്ടോ? എന്താ ഹലോ മൈ ഡിയേഴ്സ്, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കും. ഞാനിപ്പോൾ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പെർഫോമൻസ് ഏതാണ്? ഏതാണ്? ചേട്ടാ, ചേട്ടന്റെ നോട്ടം ഉഫ്. സിനിമ പറ, സീൻ. സീൻ എനിക്ക് ഓർമ്മയില്ല. മത്തായി സിനിമയിലെ ചേട്ടന്റെ ലുക്ക് അടിപൊളിയാ. ആ ലുക്ക് ഉണ്ടായിട്ട് മാത്രമാണ് ഞാൻ ആ പൊട്ട സിനിമ മൊത്തം ഇരുന്ന് കണ്ടത്. ഓക്കെ നെക്സ്റ്റ്. ചേട്ടൻ ഫൗജി പടത്തില് മുടിഞ്ഞ ഗ്ലാമർ ആയിരുന്നു. ചേട്ടനെല്ലാം പൈൻ പൊട്ടി മരിച്ചപ്പോ ഞാൻ ഒരുപാട് കരഞ്ഞതാ. ഓക്കെ പെർഫോമൻസ് പറ. എനിവൺ? ചേട്ടാ, മുന്തിരി തോപ്പുകൾ എന്ന സിനിമയിലെ ചേട്ടന്റെ ലിപ് ലോക്ക് സീൻ. മര്യാദയ്ക്ക് ഒരു സിനിമ കാരണം ഒരാൾ പോലും ഇല്ല നിങ്ങളുടെ ഇടയിൽ. ഒരു സീൻ പറയടാ. ഡേവിഡേട്ടാ, ആ പ്രേമധീര സിനിമയിലെ ചേട്ടന്റെ വില്ലന്റെ ക്യാരക്ടറില്ലേ, പ്രേമിച്ച പെണ്ണിനെ കൂട്ടുകാരന് കൂട്ടി കൊടുത്തേ, അതുപോലെ ഞങ്ങൾ പിള്ളേർക്കും കൂട്ടി കൊടുത്തു സെറ്റപ്പ് ആക്കാൻ പറ്റുമോ? എനിക്കതിന്റെ പരിപാടിയില്ല. നിങ്ങളുടെ പ്രിൻസിപ്പളോട് ഇരിപ്പുണ്ട്, പുള്ളിയോട് ചോദിച്ചു നോക്കാം പരിപാടി ഉണ്ടോന്ന്. അതല്ലെങ്കിൽ നീ വീട്ടിൽ പോയി നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്കും, ഒരു പെണ്ണിനെ സെറ്റാക്കി തരുമോ? എന്ത് പെട്ടെന്നാണല്ലേ കയ്യടി പറഞ്ഞിട്ട് പൊരിഞ്ഞടിയത് തെണ്ടികള്. ആ ചോദ്യം ചോദിച്ചോണ്ട് കൈ കിട്ടിയിട്ട് പൊട്ടിച്ചേനെ. ഏയ് നിങ്ങളൂടി കാരണമല്ല അവിടെ ഉണ്ടായത്. ഞാൻ കാരണോ? താൻ ഒരുത്തം കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായത്? നിങ്ങളെ പ്രശ്നം മൊത്തത്തിൽ എന്താണെന്നറിയോ? ആ അനുഭവം പറഞ്ഞാണ് കറക്റ്റ്. അവളെന്ത് പറഞ്ഞ? അത് നിങ്ങൾക്ക് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റാ. എന്നാ അവള് പറഞ്ഞ? ഞങ്ങൾ ഡിസ്കഷനിൽ 1-2 വർഷം പറഞ്ഞു. അല്ല പക്ഷെ ശരിക്കും അർത്ഥം എന്താ അതിന്റെ? അത് കുറച്ചധികം ഉണ്ട് ചേട്ടാ. കുറച്ചോ? ഗൂഗിൾ ചെയ്ത് നോക്കണ. ഫോണിൽ മെസ്സേജ് നോക്കാൻ പാടില്ലേ? ശരിയേ, ഡണ്ണിങ് ക്രൂഗർ എഫക്ട് മീനിങ് ചേട്ടാ, ഒരു വ്യക്തി തന്റെ കഴിവ് കേടിനെ മനസ്സിലാകാതെ ഇരിക്കുകയും ഉള്ള ചെറിയ കഴിവുകളെ പൊക്കിപ്പിടിച്ചു താൻ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്ന അവസ്ഥ. സിമ്പിളായി പറഞ്ഞാൽ പൊട്ടൻ.